കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു, നല്ല സന്തോഷമായി. ഇന്നിപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാളായിട്ടേ ഉണ്ണിക്കണ്ണനെ തന്നെയാണ് ചതുർബാഹുവായ വിഗ്രഹത്തിൽ ചാർത്തിയിട്ടുള്ളത്. ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ കളഭം കൊണ്ട് ചാർത്തിയിട്ടുള്ളത് പൊന്നുണ്ണിക്കണ്ണനാണ്. വെണ്ണക്കണ്ണൻ ആ വലത്തെ കയ്യിൽ വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടത്തെ കയ്യിൽ ആ ഓടക്കുഴലുണ്ട്. രണ്ട് മൂപ്പരുടെ പ്രത്യേക ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ആ രണ്ട് സാധനം ഒന്ന് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിറന്നാളായതുകൊണ്ട് അമ്മ വെച്ച് കൊടുത്തതന്നെയാണ്. ഉണ്ണി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടേ വെണ്ണ കൊടുത്തന്നു. അപ്പോൾ ആ പൊന്നോടക്കുഴൽ കയ്യിലുമുണ്ട്. അത് രണ്ടുമായിട്ട് നമ്മളെ ഭക്തരെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഭക്തർ ആഹ്ലാദത്തിലാണല്ലോ, നല്ല തിരക്കുമല്ലേ. അപ്പോൾ എല്ലാവരും വന്ന് കണ്ടോളൂ, ഇന്നെ ദർശിച്ചോളൂ എന്ന് പറഞ്ഞിട്ടേ ഇരിക്കുകയാണ്. ഞാൻ നോക്കട്ടെ, ഞാനും കാണട്ടെ നിങ്ങളെ. എനിക്ക് ഏതായാലും ഇന്ന് ഭക്ഷണമൊക്കെ കിട്ടിയതാണ്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട വെണ്ണ കിട്ടിയെണ്ണു. അപ്പോൾ അത് ഞങ്ങളെ കാണിക്കാൻ, അതായത് ഭക്തരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിൽപ്പാണെന്ന്. വളരെ കേമായിട്ട് അതിങ്ങനെ വരച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ആ കളഭം കൊണ്ട്. അത് നന്നായിട്ടുണ്ട്. സ്വർണ്ണ വിളക്കിൻ്റെ ആ പ്രഭയിലിങ്ങനെ, നെയ് വിളക്കിൻ്റെ പ്രഭയിലിങ്ങനെ ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ തിളങ്ങാണ്. അപ്പോൾ വളരെ നന്നായി. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്, പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി. കളഭാലങ്കാരം ഉണ്ടായിരുന്നത് മുന്നൂലം ഹരിയോദിക്കനാണ്. നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഇന്ന് അഷ്ടമി രോഹിണി ആവുകൊണ്ടേ എന്തായാലും എല്ലാ ഭക്തർക്കും ഇന്ന് നല്ല തിരക്കാണെങ്കിൽ കൂടി ഒരുവിധ ആളുകൾക്കൊക്കെ ഇനിയിപ്പോൾ 2 മണിക്ക് അടയ്ക്കും, പിന്നെ 2:45 വീണ്ടും തുറക്കും. അപ്പോൾ ഉണ്ണിക്കണ്ണനെ കാണാൻ എല്ലാവർക്കും കഴിയും എന്നുള്ള ഒരു ഇതാണ്. എല്ലാവരും വന്ന ആൾക്കാർക്ക് നല്ല ഭക്ഷണം ഉണ്ടെന്ന്. ആ പിറന്നാൾ സദ്യ അല്ലേ, പാൽപ്പായസമൊക്കെ കൂട്ടിയുള്ള പിറന്നാൾ സദ്യ സുഖമായിട്ട് സമൃദ്ധമായിട്ട് ഇന്ന് ആരും കരയണ്ട, എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നത്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.